പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണത്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്ത് നിന്ന് അവരെ ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണിത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഒരു 1% 2% വരുന്ന നെഗറ്റീവായിട്ടുള്ള കേസുകളെ പറ്റി പറഞ്ഞാൽ ഇതിനെ എതിർക്കുക. പക്ഷെ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഫിലോസഫി എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന് പ്രാധാന്യം എന്താണ്. അപ്പോൾ ആ ഒരു ഓറിയന്റേഷനോട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇത് 2 ഘട്ടമായിട്ടാണ് നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ എന്തറിയണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ടീച്ചേഴ്സിനുള്ള സെഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു 2.5 മണിക്കൂർ സെഷനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് എത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഉള്ളത് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേറൊരു മൊഡ്യൂളാണ്, വേറൊരു ഭാഗം നമുക്കുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഭാഗത്തിന് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 5 ഘട്ടങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുക, ആ അവസ്ഥയെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരിക, അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ സ്വയം വിലയിരുത്തുന്നു, അത് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു, അതിനൊരു ടൂൾ നമ്മൾ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ